അറാറ് സിറ്റിയൊക്കെ കാണാൻ നല്ല രസമാണ്. റോഡ് രണ്ട് സൈഡും കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ അറാറിൻ്റെ പുറകിൽ നമ്മൾ നിർത്തി ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇങ്ങനെ പോവുകയാണ്. ഒറ്റ റൂട്ടാ, നേരെ തന്നെ പോയാൽ മതി കേട്ടോ. ആൾക്കുറിയാത്തെ ഇനിയിപ്പം നമ്മുടെ ലൊക്കേഷൻ വരെ 400 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഈ ട്രിപ്പിൻ്റെ 9ാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെ പതുക്കെ പതുക്കെ പോകുന്നു. 12:30 ആയി കേട്ടോ. ഇങ്ങനെ സൈഡൊക്കെ കണ്ട് ഇങ്ങനെ പോവുക. കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ പോകുന്നത്. അതുകൊണ്ട് പിന്നെ എല്ലാം കണ്ടൊക്കെ പോവുകയാണ്. റോഡ് സൈഡിലുള്ള എല്ലാം കാണാൻ പറ്റും, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ പിന്നെ അകത്തോട്ടൊന്നും പോകത്തില്ലല്ലോ. ഇവിടെയൊക്കെ ടെൻ്റൊക്കെ അടിച്ച് ആൾക്കാർ താമസിക്കും തോന്നുന്നു. രണ്ട് സൈഡും ടെൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ കാണുന്നു. പിന്നെ ജോർദാൻ്റെ ട്രക്കുകളൊക്കെ ഒത്തിരി ഇതിലേക്ക് കൂടി ഇങ്ങനെ പോകുന്നു കേട്ടോ. ഫ്രണ്ടില് ഒരു ബോർഡ് കാണുന്നുണ്ട്, നോക്കാം. ഈ പിന്നെ ആദ്യം വരുന്നത് തുറൈഫ്. തുറൈഫ് 220 കിലോമീറ്റർ. പിന്നെ കുറയാത്തിന് 370 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. രണ്ട് സൈഡും മരുഭൂമിയാണ് കേട്ടോ. രാത്രിയിലൊക്കെ പോകുമ്പോഴാണ് ഇവിടെ കൂടുതലും പ്രയാസം തോന്നുന്നു. വണ്ടിയൊക്കെ വഴിയിലായാൽ കേടായാൽ അടുത്തൊന്നും കടയും കമ്പോളങ്ങളൊന്നുമില്ല. ഇങ്ങനെ മരുഭൂമി മാത്രം. കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടതില്ലേ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണേ കേട്ടോ. നിങ്ങൾ കമൻ്റൊക്കെ ഇടുമ്പോൾ നമുക്കൊരു മോട്ടീവാണ് കേട്ടോ. മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ഇവിടൊക്കെ വെള്ളമൊക്കെ ഒത്തിരി ഉള്ള ഏരിയ ആണെന്ന് തോന്നുന്നു. റോഡിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, വാട്ടർ വരുന്ന സമയത്തൊന്നും വണ്ടി ഓടിക്കരുത്. ഇനി കടലോ വല്ല അടുത്ത് വല്ലതും ഉണ്ടോ നമുക്കറിയത്തില്ല, ചോദിച്ചതാ. കാര്യം അവിടെ പുറകിൽ അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഇനി മഴ വെള്ളം പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റോഡിലോട്ട് വെള്ളം വരുമായിരിക്കും, അതായിരിക്കും. പിന്നെ മരുഭൂമിയുടെ രണ്ട് സൈഡും അപ്പുറത്തും ഇപ്പുറത്തും എന്തുവാണെന്ന് അറിയാൻ വയ്യ. പിന്നെ റോഡിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ, സ്ട്രെയിറ്റ് റോഡാണ്. അങ്ങനെ ഇറക്കോ കയറ്റമോ അങ്ങനൊന്നുമില്ല. ഇപ്പോൾ ദമാമിൽ നിന്ന് തിരിച്ചിട്ട് ഇവിടെ വരെയും നല്ല സ്ട്രെയിറ്റ് നേരെയുള്ള റോഡാണ് കേട്ടോ. അത് കൊള്ളാം. റോഡിൻ്റെ പണിയും സ്ട്രക്ചറും ഒക്കെ സൂപ്പറാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഇച്ചിരി റോഡ് മോശമാണ്, ബാക്കിയൊന്നും കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നമ്മുടെ വണ്ടി കാറ്റൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കോളും. ഒത്തിരി അങ്ങ് ഡീസൽ കുടിക്കത്തുമില്ല. ഈ കാറ്റൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ തുറന്ന പ്രദേശത്ത് കാറ്റുണ്ടെങ്കിൽ വണ്ടി, സൈഡ് കാറ്റാണ് ഏറ്റവും വലിയ പ്രശ്നം. ബാക്കിൽ നിന്ന് കാറ്റാണെങ്കിൽ കുഴപ്പമില്ല, വണ്ടി ഒന്നുകൂടെ മുന്നോട്ട് നമുക്ക് ഈസിയായിട്ട് ഡ്രൈവ് ചെയ്യാം. മുന്നോട്ട് പുറകിൽ നിന്നൊരു തള്ളൽ കാണും. ഫ്രണ്ടിൽ നിന്ന് കാറ്റാണെങ്കിൽ പണി കിട്ടി. അതുപോലെ സൈഡ് കാറ്റ്, രണ്ട് സൈഡിൽ നിന്ന് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും കാറ്റ് വന്നാൽ പണിപ്പാളി. ആക്സിഡൻ്റ് എടുത്ത് കാലും വേദനയ്ക്കും. പിന്നെന്തോ വണ്ടി നീങ്ങത്തുമില്ല, ഡീസൽ ചിലവ് കൂടുതലും ആയിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞു? പിന്നെ ഇപ്പോഴത്തെ വണ്ടികളിൽ അങ്ങ് ആക്സിലേറ്റർ നമുക്ക് കൂടുതൽ അമർത്തണ്ട. ക്രൂസൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, കാലിൽ അത്യാവശ്യം റെസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കൈ തന്നെ ആക്സിലേറ്റർ അല്ലെങ്കിൽ പിന്നെ പ്ലസും മൈനസും ഉണ്ട്. വണ്ടി സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും, അങ്ങനെയുണ്ട്. പിന്നെ ഇപ്പം നാട്ടിലും കേട്ടോ നല്ല ട്രക്കുകളൊക്കെയാണ് ഇപ്പം. നാട്ടിലെ അണ്ണന്മാരൊക്കെ ഒരുപക്ഷെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും. അവിടുത്തെ ട്രക്ക് ലൈഫ് വ്യത്യാസമുണ്ട്, നമ്മളിവിടുത്തെ വ്യത്യാസമുണ്ട് കേട്ടോ ചേട്ടന്മാരെ. പിന്നെ അവിടുത്തെ ഇപ്പം പിന്നെ ഒരു ആശ്വാസമുണ്ട്, വണ്ടികളൊക്കെ വ്യത്യാസമായി കേട്ടോ. ഭാരത് ബെൻസൊക്കെ അടിപൊളിയാണ്, അടിപൊളി ക്യാബിൻ, നമുക്ക് അത്യാവശ്യം റെസ്റ്റ് ചെയ്യാം. AC ക്യാബിനാണ്, ക്യാബിന് നീളവും വീതിയും എല്ലാം ഉണ്ട്. പിന്നെ കാണാനും ലുക്ക്, വണ്ടി പുതിയത്, ഓക്കെ എല്ലാ വിധത്തിലും ഇപ്പോൾ ഭാരത് ബെൻസൊക്കെ സൂപ്പറാണ്. പിന്നെന്താ, അത്യാവശ്യം മൈലേജും ഉണ്ട് ഇപ്പോഴത്തെ ട്രക്കുകളിലൊക്കെ.
അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഒരു 3.5, 4, 5 ആ വിധത്തിൽ പോകും. കാര്യമൊക്കെ ആണെങ്കിൽ 5 മൈലേജ് കിട്ടുന്നുണ്ട് 1 ലിറ്റർ ഡീസലിൽ, ഭാരത് ബെൻസിലൊക്കെ എന്നാണ് എൻ്റെ ഒരു വിചാരം. ഇനി നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാട്ട്. പിന്നെ ലൈലാൻഡ് വണ്ടികളും കുഴപ്പമില്ല, ഇപ്പോൾ ഒത്തിരി വ്യത്യാസമായി. ലൈലാൻഡിൻ്റെ ക്യാബിനും ഒക്കെ സൂപ്പറാണ്. പിന്നെ നമ്മുടെ നാട്ടിലിപ്പം വോൾവോ ഒക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ. ഇടയ്ക്ക് വണ്ടികളൊക്കെ കണ്ടു, വോൾവോ വണ്ടികൾ, സൂപ്പർ വണ്ടികളൊക്കെ ഇറങ്ങി തുടങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലോടുന്ന പിന്നെ മച്ചാന്മാർക്കൊക്കെ നല്ലതായിരിക്കും. കാര്യം വണ്ടികളിപ്പോൾ ഇറങ്ങി തുടങ്ങി, വോൾവോ പോലുള്ള വണ്ടികൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങി തുടങ്ങി. നല്ല ക്യാബിൻ, AC ക്യാബിൻ, പിന്നെ അതുപോലെ എന്തുവാ, പിന്നെ ട്രെയിലർ, വോൾവോയുടെ ട്രെയിലർ. അങ്ങനെയൊക്കെ ഇപ്പം നമുക്ക് ജോലിക്ക് ഇപ്പോൾ ഓപ്ഷൻ കൂടുതലുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നാട്ടിൽ അത്യാവശ്യം സാലറി ഉണ്ട് കേട്ടോ. ഡ്രൈവർമാർക്കൊക്കെ അത്യാവശ്യം സാലറി ഉണ്ട്. ഇപ്പം ലോങ്ങൊക്കെ ഓടുന്ന ഡ്രൈവർമാരാണെങ്കിൽ അത്യാവശ്യം ഒരു 10,000, 40,000, 50,000 രൂപ നമുക്ക് മാസം ഒപ്പിക്കാം എന്നൊക്കെ പല കൂട്ടുകാരും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇനി മുന്നോട്ട് പോയിട്ട് അടുത്ത വീഡിയോ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.